കാലഘട്ടത്തിൻ്റെ സുവിശേഷവാഹകരാകാൻ ദൈവം ചില ജീവിതങ്ങളെ മുൻകൂട്ടി ഒരുക്കുന്നു. അവർ ചിലത് തിരുത്തി എഴുതുന്നു, ചില വഴികൾ കണ്ടെത്തുന്നു, ചിലരതിൽ പുത്തൻ പ്രകാശഗോപുരങ്ങൾ ഉയർത്തുന്നു. ഇവർ ജോഷുവായുടെ പിന്മുറക്കാർ. ഇത് കഴിഞ്ഞ 13 വർഷത്തോളമായി ജർമ്മനിയിൽ മോൺസ്റ്റർ രൂപതയിൽ ഷെംബക് ഇടവകയിൽ സേവനം ചെയ്യുന്ന ഫാദർ അജി മൂലേപ്പറമ്പിൽ CMI. വളരെ കലുഷിതമായ ജർമ്മൻ സഭയിൽ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ ഏറെ ക്രിയാത്മകമായി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു ഇന്ത്യൻ മിഷണറി വൈദികൻ. ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമർ കമ്മിറ്റ്മെൻ്റ് വഴിയും വിശുദ്ധ ചാവറയച്ചൻ്റെ ആത്മീയ വെളിച്ചത്താലും പുത്തൻ കാലഘട്ടത്തിനൊത്ത് വിശ്വാസത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന ജർമ്മൻ സഭയിൽ ഒരു നവയുഗ പ്രവാചകനായി അജിയച്ചൻ മാറുന്നു. തൻ്റെ ആഴമായ ദൈവാനുഭവങ്ങൾ അച്ഛനിത നമ്മോട് പങ്കുവയ്ക്കുന്നു. അജിയച്ച, ശലോം ടിവിയുടെ ജോഷുവ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുട്ടനാട്ടിലെ പുളിങ്കുന്ന് ഇടവക്കാരനായ ഫാദർ കായൽപ്പുറം പുളിങ്കുന്നിൽ കായൽപ്പുറം ഇടവക്കാരനായ ഫാദർ അജി മൂലേപ്പറമ്പിൽ. അച്ഛൻ CMI സഭാംഗമാണ്. എങ്ങനെയാണ് CMI സഭയിൽ ചേർന്നതെന്നും എവിടെ നിന്നാണ് ഈ ആത്മീയ അപ്പച്ചനും അമ്മച്ചിയിൽ നിന്ന്, അച്ചായനും അമ്മച്ചിയിൽ നിന്നാണ് ഈ ആത്മീയ അടിത്തറ ഉണ്ടായത് എന്നുള്ള വിശേഷങ്ങളൊക്കെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച പങ്കുവച്ചു. ജർമ്മനിയിലാണ് അച്ഛൻ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. ജർമ്മനിയിലെ ഒരു ഒറ്റ ഇടവകയിൽ തന്നെ 10-13 വർഷം വർക്ക് ചെയ്തതിൻ്റെ ചില വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ എപ്പിസോഡിലും പറയണമെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ പങ്കുവച്ചിരുന്നു. അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ചോദ്യത്തിലേക്ക് പോകാനാണ് എനിക്കിഷ്ടം. അച്ഛൻ്റെ വാക്കുകളിൽ വളരെ ആവർത്തിച്ച് അച്ഛൻ പറഞ്ഞിരുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ കഴിവുകളോ നമ്മുടെ പ്രാഗൽഭ്യം ഒന്നുമല്ല കാര്യം. കർത്താവിൻ്റെ വിളിയോടുള്ള നമ്മുടെ ഒരു പ്രത്യുത്തരമാണ്, അല്ലെങ്കിൽ നമ്മുടെ തുറവിയാണ്, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് അച്ഛൻ്റെ ജീവിതത്തിൽ മുഴുവൻ അച്ഛൻ കണ്ടിട്ടുള്ളത് എന്ന് അച്ഛൻ തന്നെ പറയാറുണ്ട്. അച്ഛനെ അറിയാവുന്ന ഞങ്ങൾക്കും ഒരുപക്ഷെ അച്ഛനെ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. എങ്കിലും ഇതിനോട് ചേർത്തൊരു ചോദ്യം, അച്ഛൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായി എടുത്തു പറയാവുന്ന, ദൈവം നേരിട്ടിടപെടുന്നു തോന്നിയ, ദൈവം കയ്യിൽ താങ്ങുന്നു തോന്നിയ ഒരു വ്യക്തിപരമായ ഒരു ദൈവാനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും 2005 വേൾഡ് യൂത്ത് ഡേ നടന്നത് കൊളോണിൽ വെച്ചായിരുന്നു. ജർമ്മനിലെ കൊളോണിൽ വെച്ചായിരുന്നു. അതിനു മുമ്പ് ഡയസസുകളിൽ യുവജനങ്ങൾ വന്ന് താമസിക്കുന്ന അവസ്ഥയുണ്ട്. ഞാൻ ജീസസ് യൂത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ യൂത്ത് റൈസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഫെഡറേഷൻ്റെ ഭാഗമാണല്ലോ ജീസസ് യൂത്ത്. അതിനോടൊപ്പമുള്ള ഒരു ഫെസ്റ്റിവലായിരുന്നു അന്ന്. ജർമ്മനിയിൽ എനിക്കൊന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ജീസസ് യൂത്തായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് മനോജ് സണ്ണിയൊക്കെ വന്ന് പറയുകയും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായി തീരുവാനായിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ 4 വർഷമായുള്ളൂ ജർമ്മനിയിൽ. ഭാഷയിൽ അത്ര പ്രാഗൽഭ്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു വർഷം ദൈവം എന്നെ ഉപയോഗിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാതെ കണ്ണൊക്കെ നിറയും. കാരണം ഭാഷയൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. തമ്പുരാന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ദൈവം ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നമുക്ക് മുമ്പിൽ കൊണ്ട് നിർത്തും എന്നുള്ള ഒരു ഏറ്റവും അനുഭവിച്ചറിഞ്ഞ തമ്പുരാൻ്റെ കരങ്ങൾ നേരിട്ട് കണ്ട നിമിഷങ്ങളൊക്കെ ആയിരുന്നു. ഒരവസ്ഥ ഞാൻ ഓർക്കുന്നത്, ആദ്യം ഇങ്ങനെ പറഞ്ഞ് അപ്പം സ്ഥലം അന്വേഷിച്ച് പോവുകയാണ്. അവിടെയുള്ള വലിയ ഹോളുകൾ അന്വേഷിച്ച് പോകുന്ന അവസ്ഥയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് മേയറെ കാണുവാനായിട്ട് പോയ അവസ്ഥ. അപ്പം എൻ്റെ ഇടവകാരിച്ചും പറഞ്ഞു, പുള്ളിയുടെ ഫിലോസഫി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചെയ്തു മഹ്മാൽ ചെയ്തു എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. അപ്പം പുള്ളി തന്നെ 1-2 പേരെ കൂട്ടുകാരെ കണ്ടെത്തി തന്നു. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം SN എന്ന് പറയുന്ന സിറ്റിയിൽ വലിയൊരു ഹോളുണ്ട്, 20,000 പേർക്ക് ഇരിക്കാവുന്ന ഹോളാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ അപ്പോൾ ആ ഹോള് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സിറ്റി മേയറുടെ അനുവാദം വേണം. അപ്പോൾ ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് മേടിച്ച് പോവുകയാണ്. അപ്പം സെക്രട്ടറിയെ കണ്ടിട്ടാലേ മേയറെ കാണാൻ പറ്റുള്ളൂ. സെക്രട്ടറിയെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സെക്രട്ടറി, നിങ്ങളെപ്പോലുള്ളവരെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ പണ്ട് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. തീർച്ചയായും അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞു നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ ദൈവം
കുറച്ചുപേര് അങ്ങ് ഒരുക്കി നിർത്തുകയാണ് നമ്മൾ ചെല്ലുന്ന അവസരത്തിൽ, ദൈവം വഴിയൊരുക്കുന്നത്. വഴിയൊരുക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ആ, നമ്മളെക്കാളും നീഡ് പുള്ളിക്കായി, സെക്രട്ടറിക്കായി. എന്നിട്ട് സെക്രട്ടറി പോയി മേയറോട് പറയുന്നു, അങ്ങനെ മീറ്റിങ്ങുകൾ. ദൈവം ഒരുക്കാണ് ഓരോ അവസരത്തിലും. എൻ്റെ വണ്ടി ആ 1.5 വർഷം കൊണ്ട് ഞാൻ 60,000 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് ഇതിനു വേണ്ടി തന്നെ. ഓരോ അവസരങ്ങളും ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞത് വലിയൊരു സീരിയസ് അപകടം ഉണ്ടായിരുന്നു, കാർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എസ്.എൻ. ഡയസസുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് കൊളോൺ വേൾഡ് യൂത്ത് ഡേയുടെ മീറ്റിങ്ങിന് നടക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെ ഓഫീസിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള അപകടം. 2000 മീറ്റർ ഹൈവേന്ന് എക്സിറ്റ് കാണുന്ന അവസരത്തിൽ ഞാൻ പയ്യെ എക്സിറ്റ് എടുക്കാനായിട്ടൊക്കെ ഒരുങ്ങുന്ന സമയത്താണ് ഇതുപോലെ വേറൊരു വണ്ടി നല്ല സ്പീഡിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിടിച്ച്. സത്യം പറഞ്ഞാൽ ആ വണ്ടി പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതുപോലെ ടോട്ടൽ ഡാമേജ് ആയി. അന്ന് മനോജ് സണ്ണി ഉണ്ടായിരുന്നു കൂടെ, ഹെൻറി കപ്പേൾ എന്ന് പറയുന്ന യൂത്ത് ഇന്റർനാഷണൽ പ്രസിഡന്റ്, അതെ, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ജോർജ് ടിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ ഓർക്കുന്നത് ആ വണ്ടി കണ്ടവരൊക്കെ പറഞ്ഞു, അയ്യോ നിങ്ങളാരെങ്കിലും രക്ഷപ്പെട്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കായിരുന്നു, മാലാഹമാരെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ദൈവം ഇങ്ങനെ ആ ഒരു വർഷം മുഴുവൻ ശരിക്കും കണ്ണൊക്കെ നിറയുന്നത്, ആ വർഷം അനുഭവിച്ചറിഞ്ഞ അവസരങ്ങളൊക്കെ. ഏറ്റവും നല്ലൊരു യൂത്തറൈസിൻ്റെ ഒരു നല്ലൊരു ഫെസ്റ്റിവലാണ് നടന്നത്. അത് ഞാനൊരു ചെറിയ പങ്കെ വഹിച്ചുള്ളൂ എങ്കിൽ തന്നെയും ദൈവം എന്നെ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അച്ഛൻ ഈ യൂത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ, ഇപ്പോൾ വേൾഡ് യൂത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ട് തന്നെ, അച്ഛൻ ധാരാളം ഒരു യൂത്തിൻ്റെ ഇടയിലൊരു പാസ്റ്ററൽ വർക്ക് മിനിസ്ട്രി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്നും അച്ഛൻ്റെ ഒരു പാഷനാണ് യൂത്ത് എന്ന് പറയുന്നത്. അത് വളരെ ക്ലിയറാണ്. പ്രത്യേകിച്ച് സ്കൗട്ട്, തെയ്സെ, ഇതൊക്കെ അച്ഛൻ ജർമ്മനിയിലെ ഗ്രൂപ്പിനെ, അച്ഛൻ്റെ പാരിഷ് ഗ്രൂപ്പിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛാ, ഈ യൂത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ധാരാളം യുവജനങ്ങളെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടും അത്തരം ചില അനുഭവങ്ങളൊന്ന് പറയാം അച്ഛൻ. കഴിഞ്ഞ 14 വർഷമായിട്ട് തെയ്സെ എന്ന് പറയുന്ന സമൂഹത്തിലേക്ക് എൻ്റെ ഇടവകയിലെ കുട്ടികളെ, യുവജനങ്ങളെ കൊണ്ട് പോകാറുണ്ട്. തെയ്സെ എന്താണെന്ന് തെയ്സെ എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ പേരാണ് തെയ്സെ. അവിടെ ഒരു എക്യുമെനിക്കൽ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന റോജർ തുടങ്ങിയ ഈ സമൂഹത്തിൽ അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. 3 നേരം ദിവസം പർട്ടിക്കുലറായിട്ട് പ്രയറുണ്ട്. ഒരു മൊണാസ്റ്റിക് ലൈഫാണ് അവരുടേത്. പക്ഷെ അവരുടെ ഓരോ പ്രയറിലും ഇതെല്ലാം 10ഓളം ഭാഷകൾ ഉപയോഗിക്കും, അതെ, ഒരു മെഡിറ്റേറ്റീവ് ചാൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ആ സമൂഹത്തിൽ നമുക്കറിയാം, ജർമ്മനിയിൽ യൂത്തിനൊക്കെ അത്ര പാഷനൊന്നുമില്ല പ്രയർ എന്നൊക്കെ പറയും. 3 നേരം പ്രയർ എന്നൊക്കെ പറയും, വരത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ എൻകൗണ്ടറിലൂടെ നേടിയവരെ കൊണ്ടാണ് ഞാൻ അവിടെ ആദ്യകാലത്ത് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ബസ് ഫുൾ ആളുകളെയൊക്കെ എനിക്ക് യൂത്തിനെയൊക്കെ കിട്ടുമായിരുന്നു. ഇന്നും അതങ്ങനെ തന്നെയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവരെ ഭയങ്കര പേഴ്സണലായിട്ട് കെയർ ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റുന്നത്, തമ്പുരാൻ്റെ ആ സ്നേഹവും ബന്ധവും കൊടുക്കാൻ പറ്റുന്നത് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ഞാൻ ആ ഒരാഴ്ച വരെ നമ്മുടെ കയ്യിലാണ്. ഈ തെയ്സയിലെ 3 നേരം പ്രയർ എന്നൊക്കെ പറയാം, എല്ലാ പ്രയറിലും ഒരു 10 to 12 മിനിറ്റ്സ് സൈലൻസ് ഉണ്ട്, ഡീപ്പ് സൈലൻസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു റിയലായിട്ട് ദൈവം ഞാൻ വരുന്നില്ല എന്നൊക്കെ സാഠ്യം പിടിച്ച എൻ്റെ സ്നേഹ നിർബന്ധം മൂലം, ഫാമിലിയുടെ നിർബന്ധം മൂലം വന്ന പിള്ളേരൊക്കെ പോലും പിന്നീട് ദൈവം, സ്നേഹം, പ്രയർ എന്നൊക്കെ എന്നോട് താല്പര്യം കാണിക്കുന്നതാണ്. ദൈവം ഭയങ്കരമായിട്ട് ഉപയോഗിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ക്രോയ്സ് ഫാർട്ട് എന്ന് പറയുന്നത്, ക്രോയ്സ് ഫാർട്ട് എന്നുള്ള വാക്ക് ജർമ്മനിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഷിപ്പിലൂടെ ഹോളിഡേയ്സിന് പോകുന്നതിനാണ് ക്രോയ്സ് ഫാർട്ട് എന്ന് പറയുന്നത്. അപ്പം ക്രോയ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ക്രോയ്സ്, കുരിശ് എന്നുള്ളതാണ് അർത്ഥം. അപ്പം യൂത്തിനെ കൊണ്ട് ഒരു ക്രിയേറ്റീവ് വാക്ക് കിട്ടുന്നേ ഉള്ളൂ. ഏതാണ്ട് ഒരു 14 ദിവസം കുരിശ് പോലെ ജർമ്മനി കൂടെ യാത്ര ചെയ്തു. ബെർലിൻ, മ്യൂണിച്ച്, ഓസ്റ്റ്സി, അങ്ങനെ പോയൊരവസ്ഥ. അപ്പം എമ്മാവൂസ് ശിഷ്യന്മാരുടെ കഥകൾ ആണ് മെയിനായിട്ട് തീമായിട്ട് എടുത്തത്. അതിനോടൊപ്പം തന്നെ അവർക്ക് തമാശയും കളിയും ചിരിയും ഓരോ സ്ഥലങ്ങൾ കാണാൻ പോക്കലും ഒക്കെ ഉണ്ട്. അതൊരു 14 ദിവസം ഭയങ്കരമായിട്ടൊരു പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവർക്ക് ഈശോയെ കൊടുക്കാനും, പ്രയർ, ബന്ധം, പിന്നെ കഥ അവരെയൊക്കെ കേൾക്കാനും. അപ്പം നമ്മൾ അടുത്തറിയുമ്പോഴാണ് നമുക്ക് അറിയാതെ മനസ്സിലാകുന്നത് ഇവർക്കൊക്കെ ശരിക്കും റിയലായിട്ട് നന്മയും സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ ഡിഫൈൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പറയും, വിശ്വാസക്ഷയം ജർമ്മനിയിൽ ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തെ പ്രാപിക്കാനുള്ളൊരു ഇന്ന ത്വര അവർക്കെല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത്
ഞാനൊരു 12 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായല്ലേ ഇച്ചിരി റീഫ്യൂവലിംഗ് ഒക്കെ ഉണ്ടാകണം, ബ്രേക്ക് എടുക്കുക, കുറേ നഷ്ടപ്പെട്ട ഒരു സബാറ്റിക്കൽ പോലെ 6 മാസത്തേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് എങ്ങനെ എനിക്ക് കുറേ പ്രാർത്ഥിക്കണം, കുറേയൊക്കെ ചിന്തിക്കണം, കുറേ കൂടെ വീണ്ടും റീചാർജ് ചെയ്യത്തക്ക രീതിയിൽ. അങ്ങനെയാണ് ഇപ്പം വേ ഓഫ് സെൻറ്റ് ജെയിംസ് യാക്കോബ്സ് വേഗ് എന്ന് പറയും ജർമ്മനിയിൽ. അപ്പോൾ എൻ്റെ ഇടവകയിൽ പലരും ഈ യാത്ര പോയി, ഈ പിൽഗ്രിമേജ് യാത്ര നടത്തിയിട്ടുള്ളവരാണ്. അവർ 3000 കിലോമീറ്റർ. ഇത് സ്പെയിൻ്റെ അറ്റത്തുള്ള ഒരു സ്ഥലമാണ് സാന്റിയാഗോ ഡെ കമ്പോസ്റ്റല. അവിടെ യാക്കോബ്സ്ലിയയുടെ കബറിടം ഉണ്ടെന്ന് പറയപ്പെടുന്ന പാരമ്പര്യങ്ങളും ലെജൻസ് ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കറിയാം യാക്കോബ്സ്ലിയ മരിക്കുന്നത് തീർച്ചയായിട്ടും ജെറുസലേമിൽ തന്നെയാണ്. എങ്കിൽ തന്നെയും മാലാഖമാർ വിശുദ്ധൻ്റെ ബോഡി ഇവിടെ കൊണ്ടുവന്നെന്നും അങ്ങനെ ഒത്തിരി ലെജൻസിൽ കൂടെ ഉള്ളതാണ്. എന്താണേലും 8-ാം നൂറ്റാണ്ട് തൊട്ട് അവിടേക്ക് ഇങ്ങനെ തീർത്ഥാടന പ്രവാഹം ഉണ്ടായിരുന്നു. വളരെ പ്രത്യേകിച്ച് മിഡിൽ ഏജസിലൊക്കെ ആയിരിക്കും അത് വളരെ ഫേമസ് ആയി. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് പോകാം. 900 കിലോമീറ്റർ ഉണ്ട്, 900 കിലോമീറ്റർ ഉണ്ട് നടക്കണം. ഇത് ഒഫീഷ്യൽ വേ തുടങ്ങുന്നത് കമീനോ എന്നുള്ള വാക്കാണ് ഇതിന്. കമീനോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വഴി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒഫീഷ്യൽ ഇതിന് കമീനോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യാത്ര പോകും ബോൺ വോയേജ് എന്ന് പറയുന്ന ബോൺ കമീനോ എന്ന് പറയും ആളുകൾ. അപ്പം ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഇടവകയിൽ ഒരു ചേട്ടനെ ഒത്തിരിയേറെ സഹായിച്ചു, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തന്നു. എൻ്റെ ലക്ഷ്യം ഇതേ ഉള്ളൂ, കുറേ കൂടെ റീചാർജ് ചെയ്യണം, കൂടെ പ്രാർത്ഥിക്കണം, കുറേ കൂടെയൊക്കെ തമ്പുരാനെ കുറേ കൂടെ ഡീപ്പായിട്ട് സ്നേഹിക്കണം, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ യാത്ര തുടങ്ങി. 900 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു. വിചാരിച്ചതുപോലൊന്നും ആയിരുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ പ്ലാൻ അനുസരിച്ച് 34 ദിവസം കൊണ്ട് തീരത്തക്ക രീതിയിലുള്ള പ്ലാനാണ്. ഫസ്റ്റ് ഡേയിൽ 24 കിലോമീറ്റർ നടക്കണം. 400 മീറ്ററിൽ നിന്ന് 1450 മീറ്ററിലേക്കുള്ള സ്ലോപ്പാണ് ഇതുള്ളത്. ഹൈറ്റിലുള്ള 20 മീറ്റർ സ്ലോപ്പുള്ളതാണ്. നമ്മളിങ്ങനെ നടന്ന് കയറേണ്ടതാണ്. ഞാൻ 9 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ തളർന്നു വീണു. നമ്മുടെ മുമ്പിൽ 12 കിലോയുടെ വലിയ എൻ്റെ ബാഗുണ്ട് കയ്യിൽ, വെള്ളമുണ്ട് കയ്യിൽ. അങ്ങനെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല എന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി പേരെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പം ആ വഴിയിൽ ഈ തീർത്ഥാടന വഴി ഒത്തിരിയേറെ ആളുകളെ കണ്ടു. ഇവിടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു 20-30% മാത്രമേ റിയലായിട്ട് പിൽഗ്രിമേജ് എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു അന്വേഷകരാണ്. പല മോട്ടിവേഷനും. ഒരു പെൺകുട്ടി ഞാൻ ഓർക്കുന്നുണ്ട്. അവൾ പറഞ്ഞു ഫിൻലാൻഡിൽ നിന്നുള്ള. അവൾ പറഞ്ഞു എനിക്ക് മസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഒരാൾ അതിലേറ്റവും മറക്കാൻ പറ്റാത്ത അവിടെ ഒത്തിരിയേറെ യൂത്തിനെയും കണ്ടുമുട്ടിയായിരുന്നു. ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത് ഒരു ഫ്രാൻസിസ് എന്നുള്ള ഒരു സ്ത്രീയെ ഞാൻ പംപ്ലോണ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഇവിടെ പ്രത്യേകത വൈകുന്നേരങ്ങളിലെ സത്രങ്ങളിലാണ് താമസിക്കുന്നത്. വളരെ കിടക്കാം, കുളിക്കാം, പോകാം, അങ്ങനെ ഒരു വളരെ സാധാരണമാണ്. അവിടെ ഈ വഴിയുടെ പ്രത്യേക പിൽഗ്രിമേജ് മാത്രമല്ല, ആളുകൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈ ഡു യു വോക്ക് കമീൻ? എന്തുകൊണ്ടാണ് നീ കമീനോ നടക്കുന്നത്? അപ്പം ആയിരക്കണക്കിന് ഉത്തരങ്ങളാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, വൈ ഡു യു വോക്ക് കമീനോ? അപ്പോൾ അവർ പറഞ്ഞു, ഐ ആം സെർച്ചിങ് ഫോർ സംതിങ്, ഐ ഡു നോട്ട് നോ വാട്ട് ഈസ് ഇറ്റ്. ഐ ആം സെർച്ചിങ് ഫോർ സംതിങ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. അപ്പം ഞാൻ എന്താ സംതിങ് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് തന്നെ. അപ്പം ഞാനൊരു കാത്തലിക് പ്രീസ്റ്റാണ്, ഞാനൊരു ഇടവക ജോലി ചെയ്യുന്നു. അപ്പം പുള്ളിപ്പനും എന്നോട് ഭയങ്കരമായിട്ട് ചൂടായി. ദൈവം എന്നൊരു സാധനമൊന്നുമില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, കുറേ അച്ഛന്മാർ അല്ലെങ്കിൽ പ്രീസ്റ്റിൻ്റെ കുറേ ഫാൻറ്റസികളാണിത്, ഇത് നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ. എന്നോട് ഭയങ്കരമായിട്ടാണ് അങ്ങോട്ട് ഫയർ ചെയ്യുക. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ എൻ്റെ ഒരു കൺവിക്ഷനാണത്, ഞാൻ ഇന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഓക്കെ അങ്ങനെ. പക്ഷേ ഈ ചോദ്യം, ഈ സ്ത്രീ പറഞ്ഞ ഈ വാക്ക് എനിക്ക് ഭയങ്കര വിഷയമായി. ഞാൻ സാധാരണ എല്ലാ ദിവസവും രാവിലെ ഒരു ചെറിയ ബൈബിൾ പാസേജ് വായിക്കുമ്പോൾ പിന്നെ ഒരു ആപ്പിളൊക്കെ കടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങും. ഓരോ ദിവസം ടാർജറ്റ് ഉണ്ട്, 20 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ. അപ്പം മലയും കുന്നും. ആദ്യം പോയതൊക്കെ നവാറ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ്. നവാറ എന്ന് പറഞ്ഞാൽ ഈ മൊട്ടക്കുന്നുങ്ങളുടെ സ്ഥലമാണ്, ഭയങ്കര പ്രകൃതി. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ചില ദിവസമൊക്കെ ഞാൻ മലയിൽ കയറുമ്പോഴൊക്കെ ഇങ്ങനെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തും, കയ്യൊക്കെ ഉയർത്തി യേശുവേ നന്ദി എന്ന് ഉറക്കെ വിളിച്ച് പറയും. അപ്പം ഞാൻ ഓർക്കണം, ഈ പ്രകൃതിയിലെ ദൈവത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് ദർശിക്കാൻ, നമ്മൾ എത്രയോ പേർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സംശയമുണ്ട്. കാരണം പ്രകൃതിയിലെ ദൈവത്തിൻ്റെ അംശം എന്ന് പറയുന്നത് ദൈവം തന്നെ അവിടെ ഉണ്ട് പ്രസൻ്റായിട്ട്. അപ്പം അവിടേക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുക, തമ്പുരാനെ സ്തുതിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.
പക്ഷേ ഈ ചോദ്യം ഇവർ പറഞ്ഞ ഈ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഐ ആം സെർച്ചിങ് ഫോർ സംതിങ് ഐ ഡു നോട്ട് നോ വേർ ഇസ് ഇറ്റ്. അപ്പോൾ അവർ എന്നോട് ഈ പറയുമ്പോൾ അവരേതാണ്ട് 1000 കൂടുതൽ കിലോമീറ്റർ നടന്നാണ് ഫ്രാൻസിൻ്റെ വേറെ അറ്റത്തുനിന്ന് തുടങ്ങുക. എൻ്റെ പിൽഗ്രിമേജ് തുടങ്ങിയത് ഫ്രാൻസിൽ നിന്ന് സ്പെയിൻ്റെ അറ്റത്തേക്ക്. ഐ ആം സെർച്ചിങ് ഫോർ സംതിങ്. എന്താ ഈ സംതിങ്? ഇപ്പം ഞാൻ ചോദിച്ചത് എന്താ ഈ സംതിങ്? പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴും ഞാൻ അവരെ വീണ്ടും ഒരിടത്ത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, യു ആർ സെർച്ചിങ് ഫോർ സംതിങ്, ഇസ് ഇറ്റ് നത്തിങ് ഓർ സംതിങ് എൽസ്? അപ്പോൾ അവർ പറഞ്ഞു അറിയാമല്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരു യാത്രയിൽ ഇവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്താണേലും അത് നത്തിങ് അല്ല, ഇറ്റ്സ് മോർ ദാൻ സംതിങ്. എന്നൊക്കെ അവരൊരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നി. അവരൊരു റിയലായിട്ട് പാഷനേറ്റ് ആയിട്ട് അവർ സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു കീപ്പ് ഓൺ സെർച്ചിങ് യു വിൽ ഫൈൻഡ് ഇറ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കണ്ടെത്തും. എന്നെ ദൈവമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അവർ പിന്നെ കീപ്പ് ഓൺ സെർച്ചിങ് യു വിൽ ഫൈൻഡ് ഇറ്റ് എന്നുള്ള രീതി. പിന്നീട് ഞാനിവരെ കാണുന്നത് ഞാൻ സാന്റിയാഗോയിലെത്തി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജൂലൈ 3-ാം തീയതി അവിടെ എത്തണം. എൻ്റെ പ്ലാൻസ് 4-ാം തീയതി എത്തുള്ളൂ. അപ്പം തോമാസ് ശ്ലീഹയുടെ തിരുനാളല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അപ്പസ്തോലനല്ലേ, അപ്പോൾ അവിടെ യാക്കോബ് ശ്ലീഹായ അപ്പസ്തോലനാണ്, അവിടെ കുർബാന ചെല്ലണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവസാനത്തെ ദിവസം പ്രശ്നം ഒന്നുകിൽ 43 കിലോമീറ്റർ നടക്കണം, അല്ലെങ്കിൽ 20-23 നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് സത്രങ്ങളുടെ കുറവുകൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. 43 മണിക്കൂർ ഒറ്റയടിക്ക് നടക്കുന്ന ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്കെന്ത് കൂട്ടുകാർ ഓരോ ദിവസം ഓരോ കൂട്ടുകാരാണ്. അപ്പോൾ അന്ന് കിട്ടിയത് ഡെൻമാർക്കിൽ നിന്നുള്ള 2 യൂത്തായിട്ടുള്ള പിള്ളേർ, ഒരു അമേരിക്കൻ, ഒരു മറൈനായിട്ടുള്ള ഒരാൾ. അവർ ഭയങ്കര സ്പീഡിലുള്ള നടത്താൻ നമുക്ക് എത്താൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ നടന്ന അവസാനം വൈകുന്നേരം 10 മണിയായപ്പം പള്ളിയുടെ മുമ്പിലെത്തി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നേരം പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞ് ഒത്തിരി അച്ഛന്മാരുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ സങ്കീർത്തലേക്ക് ഇങ്ങനെ അച്ഛന്മാർ നിരയായിട്ട് പോകുന്ന അവസരത്തിൽ ഈ സ്ത്രീ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അറിയാം. എന്നിട്ട് പറഞ്ഞ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഗോഡ്, ദാറ്റ് സംതിങ് ഈസ് ഗോഡ്, ഐ ഹാവ് ടു സെർച്ച് മോർ. എനിക്കും കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ദൈവം നമ്മളെ ഉപയോഗിക്കും, തമ്പുരാൻ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കും. ഏറ്റവും വലിയ കാരണം ഞാനൊരു ചെറിയ ഇൻസ്ട്രുമെൻ്റായി അവർക്ക് ദൈവത്തെ കണ്ടെത്തി കൊടുക്കാനായിട്ട്. അതുപോലെ 100 കണക്കിന് എക്സ്പീരിയൻസ്. ഒത്തിരി ഒരു പെൺകുട്ടി പറഞ്ഞാൽ അവർക്കുണ്ട്, അമേരിക്കയിൽ നിന്നുള്ളൊരു പെൺകുട്ടി. അവർ പറയാണ് എനിക്കെന്തൊരു വാക്വം ഫീൽ ചെയ്യുന്നു ലൈഫിൽ, ഞാൻ അതുകൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ദൈവത്തെ കണ്ടെത്താൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഏറ്റവും കൂടെ എന്നെ ഇൻസ്പയർ ചെയ്ത് വേറൊന്നായിരുന്നു. ഒരു അമ്മയും മകളും കൂടെ, ഒരു വാഷിങ്ടണിൽ നിന്നുള്ള ഒരു അമ്മയും മകളും കൂടെ ഭയങ്കര ഫെയ്ത്തുള്ള ആൾക്കാരാണ്. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മോള് 18 വയസ്സാകുക ഈ വർഷം. അപ്പോൾ ഇന്നേ വരെ വളരെ വളരെ കാത്തലിക്കായിട്ട് ജീവിച്ച ഒരു ഫാമിലിയാണെന്ന് എനിക്ക് മനസ്സിലായി. മോക്ക് ഇതേവരെ കൂട്ടുകാരൊന്നുമില്ല. അമേരിക്കൻ രീതി അല്ലെങ്കിൽ യൂറോപ്യൻ രീതി അനുസരിച്ച് നേരത്തെ കൂട്ടുകാരുണ്ടെങ്കിലേ ഉള്ളൂ മുമ്പോട്ട് പോകത്തുള്ളല്ലോ. അപ്പോൾ അവരുടെ തീരുമാനം 18 വയസ്സ് വരെ ആരും ഉണ്ടാകില്ല, പ്രാർത്ഥിച്ച് കൂട്ടുകാരനെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഇൻറ്റൻഷനോടുകൂടി അവർ നടക്കുന്ന, അമ്മയും മോളും കൂടെ നടക്കുന്ന, മോക്കൊരു കൂട്ടുകാരനെ ദൈവം കാണിച്ചു തരും. അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാനം ഒരാളെ കണ്ടെത്തി, ഒരു അമേരിക്കൻ ചെറുക്കനെ കണ്ടെത്തി. കഴിഞ്ഞ വർഷമായിരുന്നു അവരുടെ കല്യാണമൊക്കെ. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ദൈവം എന്നുള്ളൊരു ദൈവാംശം എല്ലാവരുടെ ഉള്ളിൽ വളരെ ഒരു അഗ്നിയായിട്ടുണ്ട്. ആരെങ്കിലും വേണം അവരെ ഒന്ന് ഊതി ഉജ്ജ്വലിപ്പിക്കാനായിട്ട്. അങ്ങനെ ദൈവം എന്നെ ഈ വഴിയിലുടനീളം ഉപയോഗിച്ചായിരുന്നു. പലർക്കും അറിയില്ലായിരുന്നു ഞാൻ അച്ഛനാണെന്ന്. കാരണം ഞാൻ വെളിപ്പെടുത്തിയൊന്നുമില്ല, ഒറ്റയ്ക്കല്ലേ പോണേ. അപ്പം വൈകുന്നേരം എവിടെയെങ്കിലും പോയി കുർബാനയൊക്കെ കാണുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഒരു സൺഡേയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ പാരിഷ് എല്ലാ പിൽഗ്രിംസിനെയും കൂടെ പള്ളിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാൻ സൺഡേയിൽ എങ്ങനെയാണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഭാഷ അറിയില്ലെങ്കിലും സ്പാനിഷ് അറിയില്ലെങ്കിലും പള്ളി പോകുമായിരുന്നു. അപ്പോൾ അവർ ഒത്തിരിയേറെ യൂത്ത് ഈ വഴിയിൽ കണ്ടുമുട്ടിയവരൊക്കെ ഞാൻ ആൾക്കാരെ നിൽക്കുന്നത്, അവരൊക്കെ ഭയങ്കര ഷോക്ക് അടിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഡിഫറെൻ്റായി. കാരണം അത്രയും നാൾ ഭയങ്കര ഫ്രണ്ട്സ്, അവർ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അവർക്കൊരു നല്ലൊരു പാസ്റ്ററായി. കാരണം എന്നോട് ആളുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി ഈ യൂത്തൊക്കെ. അപ്പം ഞാൻ ഓർക്കായിരുന്നു വിശ്വാസം എന്നുള്ളത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ദൈവം എല്ലാവരുടെ ഉള്ളിൽ ഈ അഗ്നി പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മളതിനെ ഊതി ഉജ്ജ്വലിപ്പിക്കാനായിട്ട് എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ദൈവം വിളിക്കുന്നുണ്ട്. ഒത്തിരി പേരെ ദൈവം വിളിക്കുന്നുണ്ട്. നമ്മൾ നിന്നു കൊടുക്കുകയാണെങ്കിൽ
അത്ഭുതങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് സാന്റിയാഗോയ്ക്ക് ചെന്ന് കഴിഞ്ഞ് ഒത്തിരി പേർ എന്നോട് താങ്ക്സ് പറഞ്ഞു. എന്തിന് താങ്ക്സ് പറയുന്നത്, ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഒരു പക്ഷേ പ്രസൻസ് ആയിരിക്കും. അപ്പം ദൈവം എന്നെ ഭയങ്കരമായിട്ട് ഈ യാത്രയിൽ ഉപയോഗിച്ചു. അതിലൊക്കെ ഉപരിയായിട്ട് കുറെ കൂടെ ആധ്യാത്മയിൽ ഡീപ്പൻ ചെയ്യാനായിട്ട് ഈ യാത്ര എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അച്ഛാ, ഈ ഒരു വേ ഓഫ് ജെയിംസ് അല്ലേ, വേ ഓഫ് സെന്റ് ജെയിംസ്, കമീനോ ഫ്രാൻസിസ്, ഈ ഒരു തീർത്ഥയാത്രയല്ലേ ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്നും നടക്കേണ്ടത്, ഓരോ വൈദികൻ്റെ കാര്യത്തിൽ എന്നും നടക്കേണ്ടത്. കാരണം അച്ഛൻ എനിക്ക് തോന്നുന്നു പല പ്രാവശ്യം ഷെയർ ചെയ്തപ്പോഴും റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം, ദൈവത്തിൻ്റെ ആ ഒരു അംശം എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാവരും, നമ്മൾ വിശ്വാസം ഇല്ലെന്ന് പറയുന്നവരുടെ ഉള്ളിൽ പോലും ഉണ്ട്. അതൊന്ന് ഊതിക്കത്തിക്കാനുള്ള ഒരു സഹായമാണ് ആവശ്യം. അങ്ങനത്തെ ഒരു സഹായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെന്ന് ഓരോ വൈദികരും, ഓരോ സിസ്റ്റേഴ്സും, ഓരോ സന്യസ്തരും, ഓരോ അൽമായനും, ഓരോ ക്രിസ്ത്യാനിയും അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഇവിടെ ശരിയായ ഒരു സ്വർഗരാജ്യം ഉണ്ടാവാൻ പോണത്, യഥാർത്ഥമായ പ്രേക്ഷിത പ്രവർത്തനം നടക്കാൻ പോണത്. അച്ഛൻ്റെ ആ ഒരു വളരെ കൃത്യമായ ഒരു ഷെയറിങ്ങാണ് അച്ഛൻ നടത്തിയത്. അച്ഛൻ തീർച്ചയായിട്ടും ഈ ഒരു ആളിക്കത്തിക്കൽ അച്ഛൻ്റെ മുമ്പിലെത്തുന്ന ഓരോരുത്തരുടെ കാര്യത്തിലും നടത്താൻ അച്ഛന് ഇനിയും മുമ്പോട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് അച്ഛൻ്റെ ഒരു മൂന്നാമത്തെ ഒരു എപ്പിസോഡിൽ, തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ അച്ഛൻ ജെയിംസ് വാക്കിൻ്റെ മറ്റു ചില വിശേഷങ്ങൾ കൂടി പറയണം. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ഒരു എന്താ പറയുക, ഈ ദൈവം മുമ്പോട്ട് നടത്തുന്ന വഴികൾ, അച്ഛൻ തിരിച്ച് ജർമ്മനിക്ക് പോകാൻ പോകുന്നു. അച്ഛൻ്റെ ജീവിതത്തിലെ മറ്റ് ചില ഡയമെൻഷൻസും കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഏറെ സന്തോഷം അച്ഛാ, ഇത്ര തുറവിയോടെ സ്വതസിദ്ധമായ ശൈലിയിൽ അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികൾ, പ്രത്യേകിച്ച് ഈ ഒരു പ്രേക്ഷിത തീക്ഷ്ണതയോടെയുള്ള വാക്കുകൾ, മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ദൈവാംശത്തെ ആളിക്കത്തിക്കാനുള്ള അച്ഛൻ്റെ തീക്ഷ്ണത, ഇത് ഞങ്ങളോട് പങ്കുവച്ചതിന് ശാലോം ടി വിയുടെ ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് അച്ഛനോടൊപ്പം ഉള്ള അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഒത്തിരി നന്ദി. ലോകമിതാ നിമിഷങ്ങൾ തോറും മാറ്റത്തിൻ്റെ പ്രകമ്പനത്തിൽ വിസ്മയിക്കുന്നു. അതിവേഗമിതാ ശാസ്ത്രവും സഞ്ചരിക്കുന്നു. പുത്തൻ കാലഘട്ടത്തിനൊത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് പുത്തൻ കൃപകൾ ധരിക്കാം. നമ്മുടെ നാഥനിത നമ്മെ വിളിക്കുന്നു, സ്നേഹത്തിൻ്റെ സുവിശേഷ ദീപമാകുവാൻ. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ